ഒരു സമയത്ത് ഒരേ കുടക്കീഴിൽ ജീവിച്ചിരുന്ന ഒരു ജനത ഇന്ന് രണ്ട് വശങ്ങളിലായി പടിഞ്ഞാറ് സൂര്യൻ വീണതുപോലെ പിരിഞ്ഞിരിക്കുന്നു. വടക്കും തെക്കും കൊറിയ, ഒരേ ഭാഷ, ഒരേ ചരിത്രം, പക്ഷേ രണ്ട് ലോകങ്ങൾ പോലെ തികച്ചും ഭിന്നം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കണ്ടെത്തുന്നതാണ് നോർത്ത് കൊറിയയുടെ ഇരുണ്ട ലോകവും സൗത്ത് കൊറിയയുടെ അത്യാധുനിക ഭാവിയും തമ്മിലുള്ള യഥാർത്ഥ വ്യത്യാസം കാണാം. ഒരു രാജ്യം എങ്ങനെ രണ്ട് വലതായി വിഭജിക്കപ്പെടുന്നു. പൊടിഞ്ഞ ചരിത്രം. 1945-ൽ രണ്ടാം മഹായുദ്ധം അവസാനിക്കുമ്പോൾ ജപ്പാൻ അധീനതയിൽ നിന്നുള്ള കൊറിയ മോചിതമായി. പക്ഷേ ആ മോചനം സമാധാനമല്ല, വിഭജനമായിരുന്നു. രണ്ടാം മഹായുദ്ധത്തിന് ശേഷം കൊറിയയെ രണ്ട് അധിനിവേശ മേഖലകളായി വിഭജിച്ചു. സോവിയറ്റ് യൂണിയൻ വടക്കു ഭാഗവും അമേരിക്ക തെക്കു ഭാഗവും നിയന്ത്രിച്ചു. ഈ വിഭജനം 1948-ൽ രണ്ട് വ്യത്യസ്ത സർക്കാരുകൾ സ്ഥാപിക്കുന്നതിലേക്ക് നയിച്ചു. അതിന്റെ ഫലമായി 1950 മുതൽ 1953 വരെ കൊറിയൻ യുദ്ധം നടന്നു. ഇത് ഇന്നും നിലനിൽക്കുന്ന വിഭജനത്തെ ഉറപ്പിച്ചു. ഇന്ന് രണ്ട് ജീവിത രീതികൾ. വടക്കൻ കൊറിയ, അടച്ചിരിപ്പുള്ള രാജ്യം. ഇതിനെ ഹെർമിറ്റ് കിങ്ഡം എന്നാണ് പകുതി ലോകം വിളിക്കുന്നത്. ഇവിടെ വിവരസ്വാതന്ത്ര്യമില്ല, ഇന്റർനെറ്റ് ഇല്ല, വിദേശ വാർത്തകളും വിലക്കുമുള്ളതാണ്. കിം ജോങ് ഉന്നിന്റെ ഏകാധിപത്യത്തിന് കീഴിൽ ജനങ്ങൾ ഒരേ വസ്ത്രം, ഒരേ ഭക്ഷണം, ഒരേ വാർത്തയാണ് അനുഭവിക്കുന്നത്. വീടുകൾ നിശബ്ദമാണ്, ട്രെയിൻ സ്റ്റേഷനുകൾ പകൽ പോലും ശൂന്യമാണ്. ഹാസ്യമോ വിമർശനമോ ചോദ്യമോ എല്ലാം കുറ്റമാണ്. ഭക്ഷ്യക്ഷാമം, ജാഗ്രതയിൽ കഴിയുന്ന ജനങ്ങൾ, നുണവാർത്തകൾ മാത്രം ലഭ്യമായൊരു ലോകം. തെക്കൻ കൊറിയ. ഇതേ സമയം തെക്കൻ കൊറിയ അത്യാധുനിക സാങ്കേതിക സമൂഹം. സമസ്യകളുണ്ടെങ്കിലും ഇവിടെ വ്യക്തി സ്വാതന്ത്ര്യവും ആശയവിനിമയ സ്വാതന്ത്ര്യവുമുണ്ട്. K-pop, K-ഡ്രാമ, സാംസങ്, ഹ്യുണ്ടായി, ലോകമാകെ പടർന്നു നിന്ന ഒരു സാങ്കേതിക കലാപ്രസ്ഥാനമാണ് തെക്കൻ കൊറിയ. ഇവിടെ യുവാക്കൾ സ്വപ്നങ്ങൾ കാണുന്നു, യാത്ര ചെയ്യുന്നു, വിദ്യാഭ്യാസം തേടുന്നു. അതിരുകൾ, അതീവ നിലപാടുകൾ. DMZ, ഡീമിലിറ്ററൈസ്ഡ് സോൺ. 1953-ലെ കൊറിയൻ യുദ്ധത്തിനു ശേഷം സ്ഥാപിതമായ ഉത്തര ദക്ഷിണ കൊറിയകളെ വേർതിരിക്കുന്ന ഒരു ബഫർ ഏരിയയാണ് കൊറിയയിലെ ഡീമിലിറ്ററൈസ്ഡ് സോൺ. ഇത് ഏകദേശം 2.5 മൈൽ വീതിയും ഏകദേശം 160 മൈൽ നീളവുമുണ്ട്. ഇത് ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള നേരിട്ടുള്ള സൈനിക സംഘർഷം തടയാൻ സഹായിക്കുന്നു. എന്നിരുന്നാലും ലോകത്തിലെ ഏറ്റവും ശക്തമായ അതിർത്തികളിൽ ഒന്നായി ഇത് തുടരുന്നു. വേർപിരിഞ്ഞ കുടുംബങ്ങൾ, പിളർന്ന ഹൃദയങ്ങൾ. 1945-ലെ വിഭജനത്തിന് ശേഷം ആയിരക്കണക്കിന് കുടുംബങ്ങൾ രണ്ടായി പിരിഞ്ഞു. ചിലർ വടക്കിൽ, ചിലർ തെക്കിൽ. ഇന്നും അവരുടെ മുഖങ്ങൾ മറന്നു കഴിഞ്ഞിരിക്കുന്നു. അവർക്ക് കത്തെഴുതാൻ പോലും അനുവാദമില്ല. എല്ലാ ബന്ധങ്ങളും ചരിത്രം എടുത്തുകളഞ്ഞു. ഇൻ ഫ്യൂച്ചർ ഇവർ വീണ്ടും ഒന്നുകൂടുമോ? ചിലപ്പോൾ ഉഭയപക്ഷീയ ചർച്ചകൾ നടക്കാറുണ്ട്, ചിലപ്പോൾ അതിരുകൾ തുറക്കാറുണ്ട്, പക്ഷേ ഉറ്റ സ്നേഹമില്ലാതെ. ഒന്നിപ്പിക്കൽ സംബന്ധിച്ച് പ്രതീക്ഷയുണ്ട്, പക്ഷേ പ്രതീക്ഷയ്ക്ക് പുറമേ വലിയ രാഷ്ട്രീയ താൽപ്പര്യങ്ങൾ, അധികാരക്ഷമത എന്നിവയും ഉണ്ടല്ലോ. ഒരേ ആകാശത്തിന് കീഴിൽ ഒരേ ഭാഷയിൽ സംസാരിക്കുന്ന രണ്ട് ജനതകൾ, പക്ഷേ ഇരുണ്ട കയങ്ങളുടെയും വെളിച്ചവുമായ രണ്ടു ലോകം. ഇത്രത്തോളം വിഭജനം വേണ്ടിയിരുന്നതോ? ലോകം മുന്നേറുമ്പോൾ വടക്കും തെക്കും ഒരിക്കൽ കൂടി ചേർന്ന് ഒരു നാടാകുമോ? ഇതൊരു ചോദ്യം മാത്രമല്ല, മനുഷ്യജീവിതങ്ങളുടെ ഹൃദയമിടിപ്പും കൂടിയാണ്. നിങ്ങൾക്കെന്തു തോന്നുന്നു? താഴെ കമൻറ്റ് ചെയ്യൂ. ഇതുപോലുള്ള വാസ്തവ സംസാരങ്ങൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.